ഹലോ മച്ചാമാരെ, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മൂന്നാമത്തെ അധ്യായം ആദ്യമായിട്ടാണ്, അധ്യായത്തിന് പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പേരിടാൻ തുടങ്ങിയത്. ഇതിൻ്റെ പേര് ഐ തിങ്ക് ദ ലെങ്ത് ഓഫ് ട്രസ്റ്റ്. അതെ, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നമ്മളല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മുന്നോട്ട് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. രണ്ടാമത്തെ എപ്പിസോഡിൽ മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ല ബെറ്ററായെന്ന് കേട്ടു, സന്തോഷമായി. ബാക്കി കാര്യങ്ങളൊക്കെ സുള്ളി ഒക്കെ റെഡിയാക്കി വരും. അപ്ഡേറ്റ് എപ്പോഴും എല്ലാവർക്കും വേണമല്ലോ, അപ്പം അതിനനുസരിച്ച് തന്നെ മാറും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിലേക്ക് കിടക്കാം. ട്രസ്റ്റ്. ആദ്യം പറയുന്നതിന് മുമ്പ് ട്രസ്റ്റിൻ്റെ വേർഡ് മീനിങ്, അതായത് നമ്മളിപ്പോൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കൊടുത്ത വേർഡുകൾ പലതുണ്ട്. ബിലീവിങ് ഇൻ റിലയബിൾ ട്രസ്റ്റ് ട്രൂത്ത് ഓർ എബിലിറ്റി, അതായത് വിശ്വസിക്കാൻ, സത്യമായിട്ട് വിശ്വസിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ളൊരു കഴിവ്, അങ്ങനെ കാണിക്കാൻ നമ്മൾ ട്രസ്റ്റിനെ സൂചിപ്പിക്കാം. നിങ്ങൾ എത്ര ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണ എല്ലാവരും എക്കാലവും അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടോ? ഐ ഡോണ്ട് നോ. സം പേഴ്സൺസ്, ഒരു അറിയില്ല അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത്, പക്ഷെ ഒരു കറക്റ്റ് പോയിന്റിൽ ചിലപ്പോൾ പോലും മാറുമായിരിക്കും. നമ്മൾ കീപ്പ് ചെയ്ത ചില ട്രസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഓരോട് കീപ്പ് ചെയ്ത ചില ട്രസ്റ്റുകൾ ഉണ്ടാവും. അത് ബ്രേക്കനാവും. മേ ബി നമ്മൾ നല്ലതിനായിക്കോര് പറയാം, പക്ഷെ അറിയില്ല അത് അത്ര നല്ലതാവുമോ എന്നുള്ളത്. കാരണം ഒരാളോട് മറ്റൊരാൾക്കുള്ള പരിചയം കൊണ്ട് മാത്രമാണ് ട്രസ്റ്റ് പോരാ. അല്ലാതെ ഇന്ന് കാണുന്ന ഒരാളോട് നിന്നുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളൊന്നും പറയാറില്ലല്ലോ. അതേപോലെ എല്ലാത്തിനും ഒരാൾക്ക് മറ്റൊരാളോട് ട്രസ്റ്റ് വേണം. അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കാം, കാരണം നമുക്ക് ഉറപ്പാണ് അയാളെ ജീവിതത്തിൽ നമ്മൾ ഇനി കാണൂല എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് സംസാരിക്കാം, അയാൾ നമ്മളെ കാര്യത്തിലോട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ വരാറില്ല. പക്ഷെ ചിലവരോട് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് വെക്കും. അതായത് ഇയാളോട് പറയരുത് കേട്ടോ, അല്ലെങ്കിൽ വേറെ ആരും അറിയണ്ട കേട്ടോ എന്ന് പറഞ്ഞ കാര്യം ചിലപ്പോൾ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് തിരിയുമ്പോഴത്തിന് അത് നാട്ടിൽ മുഴുവൻ പാട്ടാവും, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എല്ലാവരുടെ അടുത്തും പാട്ടാവും. അത് ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ ചിലതുണ്ടാവില്ലല്ലോ. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ആ പെൺകുട്ടി കൊള്ളാമെന്ന് പറയുമ്പോൾ ഒപ്പം ഒരു നമ്പൻ തുള്ളി ആയിട്ട് എടുക്കണം നമ്പൻ ഉണ്ടാവും. അതാ കേട്ടോ ക്ലാസ്സിലെല്ലാവരോട് എണീച്ചിട്ട് പറയും, എന്താവും എനിക്ക് തന്നെ ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയും. അത് പറയാൻ പറ്റുമോ വെച്ചാൽ അത് എനിക്കറിയില്ല. പക്ഷെ നമ്മളല്ലേ ഇവനത് രഹസ്യങ്ങൾ മാത്രമല്ല കേട്ടോ ട്രസ്റ്റ് എന്നുള്ളത്, പല കാര്യത്തിലും. അത് നമ്മളെ മുന്നിൽ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് തളർത്താൻ അല്ലെങ്കിൽ നമ്മളെ ആക്കാൻ അല്ലാത്തൊരു ഫ്രണ്ട്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പലരും ട്രസ്റ്റിനും കൂടിയാണ് സൂചിപ്പിക്കാറ്. എനിക്ക് അത്രയും ട്രസ്റ്റുള്ള പേഴ്സണാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ട്രസ്റ്റുള്ള പേഴ്സണാണ്. പക്ഷെ എല്ലാവരുടെ ട്രസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമാവണം എന്നില്ല. ഇപ്പം ഞാൻ അല്ലെങ്കിൽ ലൂതർ ഒരാളെ കണ്ട് ട്രസ്റ്റ് ചെയ്തു, ഇയാളാണ് ഏറ്റവും നല്ലൊരു പേഴ്സൺ, ഇയാളോട് സംസാരിച്ചാൽ പ്രശ്നമില്ല, ആരോട് പറയുന്നില്ല, ഇയാളൊരു പോയിൻ്റ് ഓഫ് പല ആൾക്കാരോട് സംസാരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് ശരിയാണോ എന്നോ, അല്ലെങ്കിൽ മറ്റൊരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പം അത് ശരിയാണോ എന്ന് അറിയാനും വേണ്ടിയാണ്. അപ്പം അങ്ങനത്തെ ഒരു ടോപ്പിക്ക് വരും, റീചെക്ക് ചെയ്യായിരിക്കും പലരും. അപ്പം അത്രയും ഓരോ മൈൻഡിൽ കിടക്കണ ഇതായിരിക്കും. അപ്പോൾ നമ്മളെ വെച്ച് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കാം. അവൻ ചിലപ്പം എൻ്റെ മുട്ടുസൂചി, അതായത് ചെറിയ കാര്യങ്ങൾ വരെ ചിലപ്പോൾ ഞാൻ അന്ന് ഇവിടെ കൊണ്ടുകൂട്ടി പോയി, അപ്പോൾ ഞാൻ എന്നത് കണ്ടു, അതിപ്പോൾ വേറെ ആരോട് പറയേണ്ട ആവശ്യമുണ്ടോ വെച്ചാൽ അതില്ല. പക്ഷെ ആ നേരത്ത് നമ്മളെല്ലാം പറയും, അല്ലെങ്കിൽ പറഞ്ഞു പോയി. പക്ഷെ മറ്റൊരു പോയിന്റിൽ ഒരു വർഷം കഴിയുമ്പോഴാണ് നമ്മൾ അറിയണത് അയാളെ ട്രസ്റ്റ് ലെവലും, അല്ലെങ്കിൽ അയാൾ ട്രസ്റ്റ് ലെവലിൽ കാണില്ല, അയാൾ നമുക്ക് തന്നൊരു വാല്യൂ എന്ന് പറയുമ്പോൾ അയാളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏതോ ഒരു പേഴ്സൺ. അയാൾ ഇതേപോലത്തെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ പുതുമകളും എനിക്ക് ഇത്ര ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പറയും ഇതാണെന്ന് പറയും, നമ്മൾ ഭയങ്കര സീരിയസ് ആയി പറഞ്ഞ കാര്യങ്ങൾ അയാൾക്ക് സീരിയസ് ആവണമെന്നൊന്നുമില്ല. പക്ഷെ അയാളെ ആ ഒരു സില്ലിനെസ് കൊണ്ട് പലപ്പോഴും ഇപ്പം പുറത്ത് വരാൻ മാത്രം തല്ലേ, പുറത്ത് വന്നാലും ഇപ്പം തല്ലേ എന്ന് പറഞ്ഞ് പോയേക്കാം. അതേപോലെ തന്നെ ചിലവരോട് വാക്കാൽ സത്യം പറഞ്ഞ പോലെ ഇത് ആരോടും പറയരുത് കേട്ടോ, അല്ലെങ്കിൽ ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറയാന്നുള്ളത് പെയിൻഫുള്ളാണ്. അത് വേറെ ആളോട് പറഞ്ഞിട്ട്
ഇയാൾ കേൾക്കുകയാണ് ഈ ചങ്ങായി പറഞ്ഞതില്ല. അപ്പോൾ അയാൾക്കൊരു വിശ്വാസത ഉണ്ടായിരുന്നു ഇത്ര കാലം. ഒരു സത്യം പറയാം, അറ്റ്ലീസ്റ്റ് ഒരു ഉടമ്പടി വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു അഗ്രിമെൻ്റ് വെച്ചിട്ടാണെങ്കിലും അയാൾ സത്യം പുറത്ത് പറയില്ല എന്നുള്ളത്. പക്ഷെ അത് ബ്രേക്ക് ചെയ്താലും കുറച്ച് പെയിൻഫുള്ളാണ്. പിന്നെ പറഞ്ഞില്ലേ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ നടിച്ചിരിക്കുന്ന ആൾക്കാർ നടിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ ഓരോ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണോ അറിയില്ല. നമ്മൾ പലരോടും നമ്മളിപ്പം ശേ നമ്മൾ ഹ്യൂമൻ ബീങ്സാണ്. അപ്പം ഞാൻ അല്ലെങ്കിൽ ലൂതർ അല്ലെങ്കിൽ നിങ്ങൾ ഒക്കെ ഒരാൾ ഒരു വട്ടം കണ്ടു. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയറിലല്ല സംസാരിക്കുള്ളൂ. അപ്പോൾ അയാൾ ഭയങ്കര ഫണ്ണിയസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ചിരിപ്പിക്കാനും അല്ലെങ്കിൽ കോമഡി ആക്കാനും ചെയ്യാൻ കഴിയുന്ന പേഴ്സണാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ആൾക്കാരും താല്പര്യമാണെങ്കിൽ നമ്മൾ ആ ഒരു രൂപത്തിലോട്ട് മാറും. അയാളോട് സംസാരിക്കണ നേരത്തെ മാത്രം, അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ പറയുന്നില്ല. പക്ഷേ അയാൾ ഫേക്കായിട്ട് ഒരു അറ്റൻഷൻ നേടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഓലൊക്കെ പിന്നെ ഇതാക്കില്ല, ചിലപ്പോൾ ഒരു ന്യൂ കമർ അയക്കാം, ആ ഒരു ചുറ്റുപാടിൽ ന്യൂ കമർ അയക്കും. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിൽ ന്യൂ കമർ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിലെ ന്യൂ കമർ ആയിരിക്കും. അപ്പോൾ ആൾക്കൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അയാൾ ഇങ്ങനെ ആവുന്നു. കുറച്ച് കഴിയുമ്പം ഇന്ന കുറച്ച് ആൾക്കാരുകാരന് ഇനി കുറച്ച് ഞാൻ ഭയങ്കര മറ്റേ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് നടക്കുക. സ്റ്റാൻഡേർഡായി നടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അങ്ങനെ നടക്കുമ്പോഴും ആ ഒരു ചേഞ്ച് അയാൾക്ക് ക്ലോസറായി തോന്നിയില്ലെങ്കിലും നമുക്ക് ചിലപ്പം അയാൾ കുറച്ച് കാലം നിന്നപ്പോൾ ക്ലോസറായി തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വൈൽഡിൽ ഒരു ഭയങ്കര ഇതായിട്ട് അപ്പോൾ അത് ഹേർട്ടാവും എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഏറ്റവും വലിയ ഹേർട്ടാവുക ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു ട്രസ്റ്റ് വേണ്ട കാര്യം ബാക്കിയുള്ളവരോട് കഴിയണമെന്ന് പറയാതെ ശ്രമിക്കുക. കാരണം മനുഷ്യനാണ്. ഇപ്പോൾ അയാൾക്കും മനസ്സുകൊണ്ട് വിചാരിക്കും അതാരോട് ഞാൻ പറയില്ല എന്നുള്ളത്. പക്ഷെ ചെറിയൊരു പോയിന്റിലെത്താണ് ഒരു പ്രശ്നം വരികയാണ്. അപ്പോൾ അതിൽ രണ്ട് ശരികൾ ഏതായാലും വരും. ഒന്ന് അയാളെ സന്ദർശിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ സന്ദർശിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ശരി ഉണ്ടാവും. അങ്ങനെ ചെയ്താൽ ആ ഫ്രണ്ടിനായിട്ട് ഞാൻ നല്ല ശരിയായിട്ട് ചെയ്തത്. പക്ഷേ ആ ഫ്രണ്ട് ചെയ്തൊരു തെറ്റായ കാര്യമായിരിക്കും. അപ്പോൾ അതായത് യഥാർത്ഥ പ്രോബ്ലത്തിന് ശരി ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കൺഫ്യൂസിങ് പോയിന്റ് വരും. അത് ചൂസ് ചെയ്യാൻ ചിലപ്പം ഇവനെ ഒറ്റിയിട്ട് ഇതിനോട് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും യഥാർത്ഥ പ്രശ്നം സോൾവ് ചെയ്യാൻ. അപ്പം ഇവനായിട്ടുള്ള ട്രസ്റ്റ് നിങ്ങൾ കീപ്പ് ചെയ്യണ്ടോ എന്നുള്ളത് അവൻ ഡൗട്ട് അടിക്കും. സംശയങ്ങൾ ഒരിക്കലും പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അയാളെ മുന്നിൽ നിങ്ങൾ അയാളെ പറ്റിച്ചാൽ പറ്റിപ്പായിരിക്കും. ട്രസ്റ്റിന് നേരെ ഓപ്പോസിറ്റ്. ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാന്നില്ലേ, വിശ്വാസതല്ലേ. പലപ്പോഴും പലർക്കും അത് കൺഫ്യൂസിങ് ആണ് പലരോടും പല കാര്യങ്ങൾ പറയുമ്പോഴും. കാരണം ഇന്ന് കാണുന്ന ഒരാളല്ല നാളെ എന്നുള്ള ഒരു പോയിൻ്റുണ്ട്. വിശേഷിക്കുന്നത് കൊറോണ കാലഘട്ടത്തിന് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കാം ആൾക്കാർക്കൊക്കെ വളരെ വേഴ്സറ്റൈലായിട്ടുള്ള ചിന്താഗതികളും പെട്ടെന്ന് മാറുന്ന എന്താ പറയുക, ഇന്ന് മാറണം നാളെ മാറണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് പറയില്ലേ ഇന്ന് നന്നാവാം നാളെ നന്നാവുന്നില്ലേ, അതേ രൂപത്തിൽ അത് പല ആൾക്കാരും നന്നായി തുടങ്ങുന്നുണ്ട് ആയിരിക്കാം. അതേപോലെ തന്നെ ട്രസ്റ്റിൻ്റെ ഒരു ലോൻ്റെ അർത്ഥത്തിൽ, അതായത് നിയമവശത്തിൽ പറയുകയാണെങ്കിൽ ആൻ എഗ്രിമെൻറ്റ് വെയർ ബൈ എ പേഴ്സൺ ഹോൾഡിംഗ് പ്രോപ്പർട്ടീസ് ഇറ്റ്സ് നോർമലി ഓണർ ഓഫ് ഗുഡ് ഓർ മോർ ബെനിഫിറ്റ്. നല്ലതിനും ഒന്നോ നല്ലതിനു വേണ്ടി അയാളുടെ പ്രോപ്പർട്ടീസ് എന്നാണ്, അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടീസ് വരുമ്പോൾ അയാളുടെ ഓർമ്മകളും അയാളുടെ സത്യങ്ങളും അല്ലെങ്കിൽ അയാളുടെ രഹസ്യങ്ങളും അതൊരു പ്രോപ്പർട്ടീസ് ആണല്ലോ. അതും ഹോൾഡ് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ആ ഹോൾഡിങ് പോകുമ്പോഴാണ് അതിലേറ്റവും വലിയ ഒരു ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാവാറ്. പക്ഷേ നോ വൺ ക്യാൻ ട്രസ്റ്റ് എന്ന് ഞാൻ പറയണില്ല. പക്ഷേ അതിനും അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്. നമ്മളൊരിക്കലും ഒരാളെ 100% ട്രസ്റ്റ് ചെയ്യരുത്. ബിക്കോസ് അല്ല അതൊരു ഒറ്റ പോയിന്റിൽ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്തേക്കാം എന്നുള്ളൊരു ഭയ ഭയം വേണമെന്നില്ല, ഒരു ജാഗ്രത അത് വെച്ചിട്ട് നീങ്ങണം. കാരണം അയാൾ ടെസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവില്ല കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അയാളുടെ നമ്മുടെ സംസാരത്തിനിടയിൽ. പക്ഷേ അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്താൽ അതിന് ഏതൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാവും. കാരണം ചിലപ്പം അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല, പക്ഷേ അയാളായിട്ട് പിന്നെ സംസാരിക്കുമ്പോൾ അത് നമുക്കൊരു ലോക്കായി വരും. കാരണം അല്ലെങ്കിൽ അയാൾ നമ്മൾ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അയാൾ പറയും എൻ്റെ അറ്റത്തില്ലേന് അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ടീച്ചർ ഇത് പറയണ്ടല്ലോ എന്ന് പറയും. കാരണം ഇത് രഹസ്യമായി പറഞ്ഞതായിരിക്കില്ല, നമ്മളെപ്പം അവൻ്റെ ബിഹേവിയർ കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ഇതുകൊണ്ടോ കണ്ടതായിരിക്കാം. മറ്റേത് നമ്മൾ കൊടുത്തതാണ്, ആരോടും പറയതിട്ടോ രഹസ്യമായിട്ടോ എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പം അതും നോക്കണം. പിന്നെ ഇൻ വാട്ട് ഈസ് എ ട്രസ്റ്റ് ഇൻ ലൈഫ്, അതൊരു കോയിൻസ് ഡിക്ഷണറിയിൽ പറയുന്നതാണ്. ട്രസ്റ്റ് ഈസ് എ ഓർഗനൈസേഷൻ ഓർ ഗ്രൂപ്പ്
that has that has control over money that will be help to someone. അത് ട്രസ്റ്റ് ചെയ്തറിയില്ല നമ്മൾ ബാങ്കിൻ്റെ ഒക്കെ ട്രസ്റ്റ് ആ സാധനമാണ്. അതിലും പറയുന്നത് ഒക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാറ്റിയാലും കൺട്രോളിങ് ആണ്. അതായത് അയാളുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ മറ്റുള്ളവരോടും പറയാത്ത രഹസ്യമില്ലാത്ത പരസ്യങ്ങളുണ്ടാവും. പക്ഷെ അയാൾ ബാക്കിലോട്ട് പറയാൻ താല്പര്യപ്പെടാത്ത കേസ്. പക്ഷെ അത് വെച്ച് ബ്ലാക്ക് മെയിലിങ് അല്ലെങ്കിലും അത് വെച്ച് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ അതിനുമേൽ പിടിച്ച് തൂങ്ങുന്നുണ്ടല്ലോ. അത് ഞാൻ പിന്നെ അങ്ങനെ ആക്കി. അപ്പം എനിക്കതിലൊരു ഇതുണ്ട്. അങ്ങനത്തെ കൈൻഡ് ഓഫ് പോലും പറയുമ്പോഴും എന്തോ. പിന്നെ അതേപോലെ ട്രസ്റ്റ് ബ്രേക്കിംഗ് ആണ് ഏറ്റവും പെയിൻഫുൾ. ഞാൻ കുറേ നേരമായി തോന്നിട്ട് ട്രസ്റ്റ് ബ്രേക്കുമ്പോൾ തോന്നുന്നു അത് ഏഴെണ്ണോ. അതേപോലെ തന്നെ ഒരു ബ്രോക്കൺ ഫാക്ട് .com ഇൻ്റർനെറ്റിലാണ്. അപ്പോൾ ഒരു ഇതേപോലെ പറയുന്നുണ്ട്, ട്രസ്റ്റ് ഈസ് എ ബ്രോക്കൺ വെൻ എ പാർട്ട്ണർ വുഡ് പുട്ട് ഹിസ് ഓർ ഹെർ ഓൺ നീഡ്സ് ഓൺ ഡിസയറിങ് അഹെഡ് ഓഫ് എ ബെസ്റ്റ് ഓഫ് യുവർ ഓർ യുവേഴ്സ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് ഒരു റിലേഷൻഷിപ്പ്. അതായത് നിങ്ങളെ പങ്കാളിക്ക് നിങ്ങളുടെ പങ്കാളിയുടെ ഇടയിലെ രഹസ്യങ്ങൾ പലതും ഉണ്ടാവില്ലേ, അത് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമായിട്ട് എടുക്കുക. അത് എന്തിനേക്കാളും ഉപരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെയും ബന്ധം, അതായത് യു ആൻഡ് യുവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും നല്ല പരിചയത്തിനേക്കാളും ഇതിന്. ട്രസ്റ്റ് ആൾസോ ഡാമേജ് വെൻ പാർട്ട്ണർ ബ്രേക്ക് ദെയർ പ്രോമിസ് ഓവർ. പ്രോമിസ് ബ്രേക്ക് ചെയ്താലാണ് ഏറ്റവും ഡാമേജുകൾ ഉണ്ടാവുക. പലപ്പോഴും തോന്നുന്നത് ഈ റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലും ഈ ട്രസ്റ്റിൻ്റെ കാര്യങ്ങളായിരിക്കും കൂടുതൽ വരാറ്. ബാക്കി പലതും ഞാൻ പറഞ്ഞില്ലേ, പലവരും സ്ട്രേഞ്ചേഴ്സായിട്ട് ലൈഫിൽ വന്നു പോയതായിരിക്കും. പക്ഷേ അവർ കുറച്ച് കാലമാണെങ്കിലും ഒപ്പം ഉണ്ടായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അപ്പം ഓലതായിരിക്കും അല്ലെങ്കിൽ ഒരാൾ ട്രസ്റ്റ് വഹിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൺഫ്യൂസിങ് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എന്താ പറയുക, കൺഫ്യൂസിങ് അല്ല, അത് നമ്മളെ വളരെ വിയേഡാക്കുന്നത്. കാരണം അയാൾ അങ്ങനെ ചെയ്തല്ലോ, അയാൾ അങ്ങനെ ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും എല്ലാവരുടേതായ രണ്ടാമത്തെ അല്ലെങ്കിൽ വേറെ മുഖങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാരെയും 100% വിശ്വസിക്കാൻ പാടില്ല. കാരണം അത് മനുഷ്യനല്ലേ പുള്ളി എന്ന് പറഞ്ഞ പോലെ മനുഷ്യനാണ് പലപ്പോഴും. പിന്നെ അതേപോലെ തന്നെ ട്രസ്റ്റിങ് ഒരിക്കലും ഒരു മോശം കാര്യമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതെങ്ങനെ ഡിഫൈൻ ചെയ്ത് തരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഇൻ്റർനെറ്റിലെ സൈറ്റ്, വീണ്ടും ഇൻ്റർനെറ്റിലെ റെഫറൻസിലോട്ട് പോകുന്നു. ഇൻ്റർനെറ്റ് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇന്ന് വെച്ചുകൊണ്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് എല്ലാ ബാക്കി കാര്യങ്ങളും പറയുന്നത്. ഇതാ പൊട്ടൻ വോയിസിൽ ചെറിയൊരു എറർ പറ്റി, സോറി ഫോർ ദാറ്റ്. .com അതൊരു പേരെന്നതാണ്. ആ സോഴ്സിൽ പറയുന്നുണ്ട് ട്രസ്റ്റ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ദി 10 റീസൺ വൈ യുവർ ട്രസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിൽ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് ട്രസ്റ്റ് ക്രിയേറ്റ് ദ സൈക്കോളജിക്കൽ സേഫ്റ്റീസ്. പലപ്പോഴും പലർക്കും അതിലൊരു ട്രസ്റ്റ് ഹൂ ദെയർ പാരൻ്റ് അഫ്രൈഡ് ടു ദാറ്റ് ദ സം ഡു ദേ ഡു ഓർ സേ വിൽ മേക്ക് ദെയർ പാരൻസ് സ്റ്റോപ്പ് ലവ് ഹിം. അതായത് ട്രസ്റ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അയാൾ ഒരട്ടം കള്ളം പറഞ്ഞു, അതായത് ഇപ്പോൾ അയാൾ രാത്രി ഇവിടെ പോവാണെന്ന് പറഞ്ഞു, എന്നിട്ട് അയാൾ വേറെ എവിടെന്നെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അയാൾ വൈകുന്നേരം അല്ലെങ്കിൽ സ്കൂളിൽ ചാടി പോവുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അതും അത് ബ്രേക്ക് ചെയ്യാതെ നിൽക്കുമ്പോഴും പാരൻസിന് കുറച്ചും കൂടിയും ലവ് ആൻഡ് കെയർ ഉണ്ടാവും എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ട്രസ്റ്റിംഗ് എൻകറേജ് ദ ക്വസ്റ്റ്യനിങ് ആൻഡ് റിസ്ക് ടേക്കിങ്. അതായത് നമ്മളിപ്പം മറ്റൊരാളോട് പറയുമ്പം അയാൾ പറയാം ഇത് ചെയ്തു, നമ്മൾ കത്തിക്കാന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയാം, അതേപോലെ ചെയ്യും. അതായത് ഈസിയാണ്, കാരണം അയാളൊരു പോയിന്റ് ഓഫ് വ്യൂ അയാൾ ചെയ്ത് വെച്ചതായിരിക്കും, നമുക്കത് ചെയ്യാൻ കഴിവുണ്ടാവും. പക്ഷെ നമുക്കൊരു ഡൗട്ട് അടിക്കും, അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയും ഇത് ചെയ്തോ എന്ന് പറയും. അതേപോലെ ക്വസ്റ്റ്യനിങ് ആണല്ലോ, ചിലപ്പം പലരോടും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു നമ്മൾ എണീക്കാം നിൽക്കാം, പക്ഷേ അയാൾ ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായ പേഴ്സൺ അല്ലേ, റെസ്പെക്റ്റ്ഫുള്ളായി തന്നെ ഞാൻ എന്ന് പറയുന്ന പോലെ ക്വസ്റ്റ്യനിങ് ചെയ്യണം. പക്ഷേ നമ്മളെന്തൊരു ബാക്കിൽ നിന്നൊരു വലി വരും, കാരണം ആ ഒരു പോയിന്റിലൂടെ പറയണോ ഇല്ല ഇതാക്കണോ. നമ്മളൊരു നല്ലൊരു ട്രസ്റ്റ് ആയിട്ടുള്ള പേഴ്സണോട് പറയുകയാണെങ്കിൽ അയാളോട് സംസാരിക്കാം. അപ്പോൾ അയാളും പറയും ഇത് ചെയ്തു, പ്രശ്നമില്ല കാര്യങ്ങളൊന്നുമില്ല, കാരണം നിൻ്റെ ഭാഗത്താണ് ഞാൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ.
അതേപോലെ തന്നെ ട്രസ്റ്റ് എൻകറേജ് ദ ഫാസ്റ്റ് ഡിസിഷൻ. പല കാര്യത്തിലും പെട്ടെന്ന് ഒരാളുടെ അഭിപ്രായം കൂടി കേൾക്കുമ്പം നിങ്ങൾക്ക് തന്നെ ചാടി കയറി അഭിപ്രായം എടുത്തതല്ല, അയാളുടെ മൈൻഡിലൂടെയും കൂടി അത് ഓടിപ്പോയി. അപ്പം അയാൾക്കും ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഒക്കെയാണ്. അപ്പം നമുക്കത് വെച്ച് മുന്നോട്ട് നീങ്ങാം. പിന്നെ അതേപോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷനും ട്രസ്റ്റ് സഹായിക്കും. അതായത് ഇപ്പോൾ ഒരു വിശ്വാസമില്ലാത്ത ഒരാളുടെ എത്ര പറഞ്ഞാലും അയാളൊരു സംശയത്തോടെ നോക്കുള്ളൂ. കാരണം അയാൾ പറഞ്ഞ സത്യമാണോ, അല്ലെങ്കിൽ സത്യമല്ലല്ലോ, അതിന് മുമ്പ് ഒരിട്ടവും ഇതാക്കിയിട്ടില്ല. എനിക്കൊന്ന് വൺസ് ടെസ്റ്റ് ഒരു ട്രസ്റ്റ് അത് ബ്രേക്ക് ചെയ്ത് പോയാൽ അത് റീഫിക്സ് ചെയ്യാൻ പിന്നെ ഒരുപാട് പാടാണ് തോന്നുന്നു. കാരണം അത് പലവരോടും പിന്നെ പല വൈക്കോടും കാണിച്ചിട്ടും ചിലപ്പോൾ അയാൾക്ക് ആ ഒറ്റ അനുഭവം അയാൾക്ക് ലൈഫിലുണ്ടായിട്ടുള്ളൂ ഇയാളുടെ ട്രസ്റ്റിൻ്റെത്. പിന്നെ അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കും. കാരണം ഒരാൾ പറയുമ്പോൾ അയാൾ ബൂസ്റ്റ് ചെയ്ത് തരും ചെയ്യും. നമുക്കും ഇയാളോടായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇനി ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ എന്താ, നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്റ്റിവിറ്റി ആവും. കാരണം എന്താ പറയുക, റിസ്ക് ടേക്കിങ് വരുന്നുണ്ട്, ഫാസ്റ്റ് ഡിസിഷൻ എടുക്കുന്നുണ്ട്, സെൽഫ് കോൺഫിഡൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നല്ലൊരു പ്രൊഡക്റ്റിവിറ്റി ആയിട്ടുള്ളൊരു മനുഷ്യൻ എന്നൊന്നും പറഞ്ഞില്ല, എന്നാലും നമ്മൾ ചിന്തകളെല്ലാം സ്പീഡുകളാകുമ്പം അതും ചെയ്യാൻ പറ്റും തോന്നുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ പല ബെനിഫിറ്റുകളും ട്രസ്റ്റ് കൊണ്ടും ഉണ്ട്. ട്രസ്റ്റ് കൊണ്ട് ബെനിഫിറ്റുകളില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങളും അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ അതൊരാളോ ആരാണെങ്കിലും അതും അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ട്രസ്റ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. എല്ലാത്തടത്തോളം വിധം അതെപ്പോഴും ഇരിക്കാൻ പറ്റില്ല. ഒരു വട്ടം ബ്രേക്ക് ചെയ്ത് പോയാൽ അത് റീഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അയാളും ട്രസ്റ്റ് എന്താ പറയുക, ഇപ്പം ട്രസ്റ്റ് ഇങ്ങനെ ഏറ്റുവാങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ടെങ്കിൽ ഓരോട് അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ ബിഹേവ് ചെയ്യുക. അല്ലാതെ മറ്റൊരു പോയിന്റ് വരുമ്പം നിങ്ങളെ ഒരു ബെനിഫിറ്റിനായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ശരി, അതായത് പ്രോബ്ലത്തിൻ്റെ ശരി, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ശരി ഇല്ലത്, അതിന് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളതാണ്. പക്ഷേ നിങ്ങളുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ അത്രയും വലിയ രഹസ്യമായിട്ടുള്ളൊരു കാര്യം പരസ്യമാക്കിയിട്ട് നിങ്ങളതിന് ബെനിഫിറ്റ് കാണരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടൻറ്റുകൾ വളരെ ക്ഷാമമാണെന്ന് ഞാൻ പറയുന്നില്ല, മടി കൊണ്ടല്ല. പൊതുവെ മഴയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഫോണിൻ്റെ മൈക്കിന് സെൻസറിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതാണ് കുറച്ച് ദിവസം ഡിലേ ആയത്. ഒരാൾക്ക് ഒരു അടിപൊളി പ്രോഗ്രാമാണെന്നും വളരെ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇത് മോണിറ്റൈസേഷന് വേണ്ടി തുടങ്ങിയൊരു പ്രോഗ്രാമല്ല. ഫണ്ടുകളൊക്കെ ഫണ്ടിന് വേണ്ടി ഐ തിങ്ക് ദിസ് ഇസ് മൈ വർക്കിംഗ് സ്പേസ് ഒരു ടോക്കിംഗ് സ്പേസ്. ഒഴിവുള്ളവരൊക്കെ സാവധാനമായിട്ടും മുറിഞ്ഞും കേൾക്കട്ടെ. കുറച്ച് ലെങ്ത്തായി പോയി. പോഡ്കാസ്റ്റ് സാധാരണത്തെ ലെങ്ത് ആറുണ്ട്. വേറെ പിന്നെ അത്ര ഒരു ഗംഭീര കൾച്ചർ ഇല്ലാത്തത് കൊണ്ട് ഒന്നാണ് ഞാൻ കഴിയുന്ന രൂപത്തിൽ സംസാരിക്കാം ഈ ബാക്കിയുള്ള പോയിന്റിനെ കുറിച്ച്. ഇതിൻ്റെ അടിയിൽ ഞാൻ Q&Aയിൽ അതിലിട്ടാം. അപ്പം നിങ്ങളുടെ ഏതൊക്കെ വേണ്ട ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഏതിന് റിലേറ്റഡ് ആണെന്നുള്ളതും കൂടി നിങ്ങൾ സജസ്റ്റ് ചെയ്ത് തരും. എന്നാൽ അതിൻ്റെ രൂപത്തിലൂടെ സംസാരിക്കാൻ നോക്കാം. അൺടിൽ നെക്സ്റ്റ്, ഐ വിൽ ഗോ.